പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പ്രളയഭീതി ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം വലിയ നാശനഷ്ടങ്ങളുണ്ടായ റാന്നി ഉൾപ്പെടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. പലരും ഈ ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഈ ആറന്മുള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വെള്ളം ഇറങ്ങി തുടങ്ങി. പല സ്ഥലങ്ങളിലും ഇനിയിപ്പോൾ ക്ലീനിംഗ് ജോലികൾ ഉൾപ്പെടെയാണ് ഉള്ളത്. പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങി ക്ലീനിംഗ് പരിപാടികൾ ഉൾപ്പെടെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം കുറച്ചെങ്കിലും കെട്ടി നിൽക്കുന്നത് അപ്പർ കുട്ടനാടൻ മേഖലകളിലാണ്. ഈ അപ്പർ കുട്ടനാടൻ മേഖലകളിൽ ഇനി അടുത്ത ദിവസവും കൂടി ഇത്തരത്തിൽ വെള്ളം ഉണ്ടാകും. ഇവിടുന്നങ്ങളിലൊക്കെ വെള്ളം ഒഴുകിപ്പോകാൻ എന്തായാലും കുറച്ച് ദിവസങ്ങളും കൂടി എടുക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറന്മുളയിലാണ്. ആറന്മുളയിൽ ഇപ്പോൾ ഈ ആൾക്കാർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നൊക്കെ തിരിച്ച് വന്ന് അവിടെയൊക്കെ വൃത്തിയാക്കുന്ന പരിപാടികളൊക്കെയാണ്. നിറയെ ചെളിയും മണ്ണുമൊക്കെ ഈ വീടുകൾക്കുള്ളിൽ ഉൾപ്പെടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ചേട്ടാ, ക്ലീനിങ് പരിപാടികളൊക്കെ ആണല്ലേ? അതെ, ക്ലീനിങ് പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അകത്തെ എല്ലാ സാധനങ്ങളും നശിച്ച് ഫ്രിഡ്ജ് പോയിരിക്കുകയാണ്. വാഷിംഗ് മെഷീൻ എല്ലാ സാധനങ്ങളും നശിച്ച ഒരു വീടാണ് ഇതിപ്പം. എല്ലാ സാധനങ്ങളും വലിയ നഷ്ടത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്നിട്ട് നേരത്തെ കാണാം. ഇനിയിപ്പോൾ ആദ്യം തൊട്ട് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങണം. എങ്ങനെ? എല്ലാ ആദ്യം തൊട്ട് മേടിക്കണം. എല്ലാ സാധനവും പുതിയ മേടിച്ചേ പറ്റത്തുള്ളൂ. വെള്ളം കയറി നന്നാവുന്ന സംശയമാണ്. എങ്കിലും ക്യാമ്പിൽ നിന്ന് എപ്പോഴാണ് തിരിച്ചു വന്നത്? ഞങ്ങൾ ക്യാമ്പിൽ പോയില്ല. മേളത്തെ നിലയുള്ളതുകൊണ്ട് അതിനകത്ത് താമസമായി. ഇതുവരെ താഴോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. വെള്ളം മാറി വരുന്നതേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വെള്ളം വന്ന് ഒന്നുകൂടെ കയറി. അതും വലിയ നഷ്ടത്തിലേക്കാണ് സംഭവിച്ചേക്കുന്നത്. കുടുംബത്തിലുള്ളവരെല്ലാം ഇവിടെ തന്നെ തങ്ങുമായിരുന്നു. കുടുംബത്തിലുള്ളവരെല്ലാം ഇവിടെ തന്നെയാണ്. കുഞ്ഞുങ്ങളെല്ലാം മേളിൽ കയറ്റി. ഇവിടുത്തെ ഹെൽത്ത് കുട്ടി ഒരാളെ റവന്യൂ സ്റ്റാഫാണ്. അത് ഇന്ന് തൊട്ട് ഡ്യൂട്ടിക്ക് പോയി തുടങ്ങി. മറ്റുള്ളവരെല്ലാം ഇവിടെ വീടിനകത്ത് തന്നെ താമസമാണ്. അത്തരത്തിലാണ് ഈ വീട് വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികൾ. മാത്രമല്ല ഇതിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഓരോ വീടുകൾക്കും അവരുടെ വീട്ടിലെ ഫ്രിഡ്ജ്, TV അടക്കമുള്ള എല്ലാ സംഗതികളും ഈ മിന്നൽ പ്രളയത്തിൽ ഈ പ്രളയജലം ഒഴുകിയെത്തി എല്ലാം നശിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇനി ആദ്യം മുതൽ വീണ്ടും എല്ലാം ആദ്യം തൊട്ട് ഒന്നേന്ന് വാങ്ങി വേണം ഇവർക്കൊക്കെ ഇനിയും പുതിയൊരു ജീവിതം തുടങ്ങാൻ. പക്ഷേ എന്നാലും ഈ ഭീതി ഒഴിയുന്നില്ല. അടുത്ത മഴയ്ക്ക് എന്താകും സ്ഥിതി എന്ന് അവർക്കറിയില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു തവണ ഇവിടെ ക്ലീൻ ചെയ്തു, പക്ഷേ വീണ്ടും ഇവിടേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരത്തിൽ വീണ്ടും വൃത്തിയാക്കി. പക്ഷേ ഇനിയും ഇനി അടുത്ത മഴയ്ക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ വീണ്ടും മഴ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ആ സമയത്തും വെള്ളം കയറും എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ചേട്ടാ, അടുത്ത ദിവസങ്ങളിലൊക്കെ മഴയുണ്ടെന്ന് പറയുന്നു. അതനുസരിച്ചാണ് ഞങ്ങളിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം താമസിക്കാനുള്ള ഇടങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പോയി നശിച്ചാണ്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതെല്ലാം പോയി. ഇനിയിപ്പം അതെല്ലാം ഉണക്കിയെടുക്കണം. അതിന്റെ പരിപാടിയിലാണ്. കുട്ടികളുടെ പുസ്തകം ഉൾപ്പെടെ വെള്ളം കയറി നശിച്ചു. ഇനി ആദ്യം ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ പുസ്തകം ഉൾപ്പെടെ വീണ്ടും വാങ്ങേണ്ട ഒരവസ്ഥയാണ് ഈ പ്രളയഭീതി ഒഴിഞ്ഞ ഓരോ സ്ഥലങ്ങളിലും കാണാനുള്ളത്. ഇതിപ്പോൾ ഒരു വീട്ടിലെ മാത്രം കാഴ്ചയല്ല. ആറന്മുളയിലെ, തിരുവല്ലയിലെ അടക്കം താഴ്ന്ന പ്രദേശങ്ങളിലുള്ള മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ. കാരണം ഇവരാരും ഇത്തരത്തിൽ വെള്ളം കയറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. വളരെ വേഗമാണ് പമ്പാ നദി കരകവിഞ്ഞ ഇത്തരത്തിൽ ഈ ഇവിടങ്ങളിലൊക്കെ വെള്ളം കയറിയത്. നമുക്കറിയാം, ഈ ജില്ലയുടെ മലയോര മേഖലകളിൽ ഉണ്ടായ ഉരുൾപൊട്ടലും അതുപോലെ കനത്ത മഴയുമാണ് ഇത്തരത്തിൽ വളരെ വേഗം ഈ വെള്ളം കയറാൻ ഇടവരുത്തിയത്. എന്നാൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളൊന്നും ശരിയായ രീതിയിലായിരുന്നില്ല എന്ന് പലയിടത്തു നിന്നും ഒരു പരാതി വന്നിരുന്നു. അത് ശരിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്തരത്തിലാണ് ഈ വെള്ളം കയറുമ്പോൾ ഇതൊന്നും മാറ്റാനുള്ള ഒരു അവസരം പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും പ്രളയഭീതി ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഐശ്വര്യ.